സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ്. കാരണം നമ്മുടെ ക്രിയേറ്റീവ് അവന്യൂ അസോസിയേഷനിലെ കുട്ടികൾ നല്ല ഉന്നത വിജയം അവരുടെ SSLC പരീക്ഷയിലും അതുപോലെ തന്നെ തിയോ അവൻ്റെ പ്രൊഫഷനിലും കാഴ്ചവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിനെത്തിച്ചേർന്ന എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പറയുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇതിൽ തന്നെ അഭിഷേക്, അസ്ന, തിയോ അവർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ഈ കസേരകളിലേക്ക് കയറിയിരിക്കണമെന്ന് തിയോ പിന്നെ എല്ലാ പരിപാടികളിലും തിയോയുടെ ഒരു അംഗത്വം ഉണ്ടായിരിക്കും. എന്തിനെങ്കിലുമൊക്കെ വിജയിച്ചിട്ട് അങ്ങനെ തിയോനെ നമുക്ക് ഒരുപാട് അഭിനന്ദിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 2 മക്കളും അവർ SSLCയിൽ നല്ല വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമാണ്. വിദ്യാഭ്യാസമൊക്കെ എന്ന് വളരെ എന്താ പറയുക മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും എഴുതാൻ തന്നെ അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വായനയില്ല, എഴുത്തില്ല, മറ്റ് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ തുരുത്തിലേക്ക് തുരുത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾക്കിങ്ങനെ 2 മക്കൾ ഈ ഉന്നത വിജയം നേടി അവരെ അഭിനന്ദിക്കുക, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, ഇതൊക്കെ വളരെ സന്തോഷമാണ്. തിയോ എന്നും ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്കിങ്ങനെയൊക്കെ കൂടാം, അഭിനന്ദനങ്ങൾ കൊടുക്കാം, റീഫ്രഷ്മെൻ്റ് ഒക്കെ കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് കൂടാം. അതൊരു കാരണമാവട്ടെ ഇനിയും. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ ഈ സെക്കൻഡ് സാറ്റർഡേ ജൂണിൽ കൂടുന്നു പറഞ്ഞു. അതിൻ്റെ ഭാഗ്യം കൊണ്ട് കൂടാൻ സാധിച്ചു. മഴ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വീടിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ കുറേ കൂടെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഞായറാഴ്ചയും പാട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പം നമ്മളുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവുക, പാടുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്ത് പാടണം. നമ്മളുടെ ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു എല്ലാ ഞായറാഴ്ചയും പാട്ട് നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ തന്നെ പാടുന്നവരുണ്ടല്ലോ, അപ്പം എല്ലാവരും പങ്കെടുക്കുക, കൂടുതൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കാണാറില്ല നമ്മുടെ കുട്ടികളെയൊന്നും. ശ്രീജ ടീച്ചറും തിയോയൊക്കെയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ തീരുമാനങ്ങൾ ഏകദേശം എല്ലാം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജനറൽ ബോഡിക്ക് എടുത്ത തീരുമാനങ്ങളിലൊക്കെ. അപ്പം അതിൽ അംഗത്വത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഓരോ വീട്ടിൽ നിന്നും 500 രൂപ, ഇനി ചേരുന്ന എല്ലാ വീടുകളിൽ നിന്നും 500 രൂപ വാങ്ങിച്ചുകൊണ്ട് ഒരു അംഗത്വം എടുപ്പിക്കണം എന്നുള്ളത്. ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനൊരു മോഡൽ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് വിശാലാക്ഷരം തിരുത്തി ഇപ്പോൾ ഒന്നും കൂടെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബുക്ക് ഫോമിലാക്കാം, 100 എണ്ണെങ്കിലും അടിച്ചെടുക്കാം. എല്ലാവരെയും കൂടുതൽ മെമ്പർഷിപ്പൊക്കെ എടുപ്പിച്ച് വലിയൊരു കൂട്ടായ്മയാക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ അഭിനന്ദന ചടങ്ങാണ്. അപ്പോൾ സെക്രട്ടറി എന്നെ ഇതിങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അത് വേണ്ട, കാര്യങ്ങളൊക്കെ നടത്തുക. ഇന്നത്തെ പ്രധാന ചടങ്ങായ കുട്ടികളെ അനുമോദിക്കലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അഭിനന്ദിക്കുന്നതിനായിട്ട് ആദ്യമായി ഞാൻ ക്ഷമിക്കണം, ഞാനേ മറവിയിൽ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ മാഷിൻ്റെയും ശ്രീജ ടീച്ചറിൻ്റെയും ചക്കോ മാഷിൻ്റെയും 33ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അവര് നമ്മൾക്ക് ഇവിടെ കേക്കൊക്കെ വേണമെന്നുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ ഒപ്പം അങ്ങനെ ഒരു ആഘോഷം കൂടി ഉണ്ട്. 33 വർഷം ആരെയാണ് അഭിനന്ദിക്കണമെന്ന് അറിയില്ല. ശ്രീജ ടീച്ചറെ തന്നെയാവുന്നു വിചാരിക്കുന്നു. ശ്രീജനൊക്കെ കലോർമ്മ തൊട്ട് അറിയുന്നതാണ്. അപ്പൊ പിന്നെ മാഷേനെ അറിയാം. എന്തായാലും 33 വർഷം. ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെയും അടുത്ത് തന്നെ ഉണ്ട് 32 വർഷം. ജൂലൈ 12-ാം തീയതിയാണ്. അപ്പോൾ
ഇത് എന്തായാലും അവർക്ക് എല്ലാവിധ കേരയുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സ്വന്തം പേരിലും എല്ലാവരും പറയുന്ന പോലെ തന്നെ സ്വന്തം പേരിലും കാരയുടെ പേരിലും നിങ്ങൾക്ക് വിവാഹ വാർഷിക ആശംസകൾ ആശംസിക്കുകയാണ്. ഇനിയും ആഘോഷിച്ചതിനേക്കാൾ കൂടുതൽ വിവാഹ വാർഷികങ്ങൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 32 വർഷത്തിന്റെ പറയും അടുത്ത ജൂലൈയില്. 32 വർഷത്തെ ഞങ്ങൾക്ക് ജൂലൈ 12-ാം തീയതിയാണ് 32 വർഷമാവണത്. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ ചാക്കോ മാഷ് പറഞ്ഞു എന്നാ ശരി നമുക്ക് നിങ്ങൾ എന്തൊക്കെയോ അപ്പൊ ചാക്കോ മാഷ് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പൊ അത് പോണം. അപ്പൊ ഞാനത് ഇവിടെ പറയാണ്, നമ്മള് വളപ്പായാണല്ലോ ശരിക്കുള്ള വീട്. അപ്പൊ വളപ്പായിക്ക് അന്ന് എല്ലാവരും ടാക്സിക്ക് വിളിച്ച് വരണം. എല്ലാവരും വന്ന് നമുക്ക് അവിടെ ഒരു സന്ധ്യ, ഒരു ഈവനിങ് ശ്രീജ ടീച്ചറിന്റെ പാട്ട്, ദിയോന്റെ പാട്ട്, എല്ലാവരുടെയും കൂടിയിട്ട് പാട്ടൊക്കെ ആക്കിയിട്ട് ഒരു ചെറിയ രീതിയിൽ വലിയ ആഘോഷം നടത്താം. അപ്പൊ എല്ലാവരും ഞാൻ അത് ഇപ്പോൾ ക്ഷണിക്കാനായിട്ട് പ്രത്യേകം ക്ഷണിക്കാൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇനി വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എല്ലാവരും വരണം. അത് നമുക്ക് ഏതാണ് ഡേറ്റ് നോക്കും, ജൂലൈ 12-ാം തീയതി വരികയാണെങ്കിൽ ഓക്കെ, നല്ലത്. അല്ല വേറെ ഏത് ദിവസമായാലും വളപ്പായ നമുക്ക് ഞങ്ങളുടെ 32ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. അപ്പം എല്ലാവരും വളരെ മുൻപേ തന്നെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസ്നയെ ഉപഹാരം നൽകുന്നതിനായി ഞാൻ വിശാലാശേട്ടനെ ക്ഷണിക്കുന്നു. ഇങ്ങോട്ട് എടുത്താ എങ്കിൽ ശൈലേഷേട്ടാ, ഇനി അടുത്തത് അഭിഷേകിനാണ്. അഭിഷേകിന് ഉപഹാരം നൽകുന്നതിനായി ഞാൻ ശ്രീജ ടീച്ചറെ ക്ഷണിച്ചോളൂ. അടുത്തത് തിയോ ആണ്. അവൻ അവൻ്റെ പ്രൊഫഷണലിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അവനെ അനുമോദിക്കുന്നതിന് നമ്മുടെ കാരയുടെ പ്രസിഡന്റിനെ തന്നെയാണ് ക്ഷണിക്കുന്നത്. ഈ ആശംസകളാണ് പറയേണ്ടത്. അതിന് മുൻപ് കേക്ക് കട്ട് ചെയ്യണോ അത് ആശംസ പറയണോ? കേക്ക് എല്ലാവോ മാഷേ? അപ്പോൾ നമ്മുടെ ചാക്കോ മാഷും ശ്രീജ ടീച്ചർക്കും ഇനിയും ഒരുപാട് നാള് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ അവരവരുടെ സന്തോഷം നമ്മൾക്ക് ഒരു മധുരം നൽകുകയാണ്. അപ്പോൾ അവരതിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുറെ കയ്പുനീര് കൊടുത്തതാണ്. അപ്പൊ
അപ്പോ ഒത്തിരി മധുരം ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊടുക്കണ്ടേ? പറയാനില്ല. നമ്മളെല്ലാ വൈരുദ്ധ്യങ്ങളുടെ അകത്തുകൂടെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. 3 വർഷം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഇനിയും അതിനും കുറിക്കും. ഞാനെല്ലാവരും നോക്കിയിട്ട് ജിതേഷിനെ പെട്ടെന്ന് ഇതൊക്കെ ലൈഫിന്റെ ഭാഗമാണ്. നമ്മള് ഇങ്ങനെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സെക്യുലർ ആയിട്ടുള്ള ജീവിതമാണ്. എല്ലാവരും വളരെ സമാധാനത്തോടുകൂടി സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറയാം. ഓക്കെ, ശാസ്ത്രീയമായിട്ട് തന്നെ മധുരമുണ്ട്. അത് പരീക്ഷ പാസ്സായിട്ടല്ലേ? നമ്മളോട് ഒരു 2 വാക്ക് സംസാരിക്കാനുണ്ടെന്ന്. എല്ലാവർക്കും നമസ്കാരം. വിജയികളായ എല്ലാ കുട്ടികളെയും, ഇനി വിജയിക്കാനിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ടുപേരും പാടിക്കോ, ഒരു ദുഃഖഗാനം എന്തെങ്കിലുമൊക്കെ ആവാം. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഈ കുട്ടികളിപ്പോൾ SSLC പാസ്സായിട്ടേ ഉള്ളൂ. എനിക്ക് ശരിക്കും പറയാനുള്ളത് +2 കഴിയുന്ന കുട്ടികളുടെ അടുത്താണ്. കഴിഞ്ഞ ജനുവരി മുതൽ ഊണ് ഉറക്കം ഒഴിവാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ബില്ല് വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം പുതിയ FIUGP, അതായത് 4 ഇയർ UG പ്രോഗ്രാമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഈ കുട്ടികൾ ഇനി 2 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക വേണ്ട കുട്ടികളാണ്. മനസ്സിലായില്ലേ? അതിൽ 1-2 കാര്യം പറയാനുള്ളത്, ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, ഇപ്പം നമ്മൾ ആദ്യം ഒരു മേജർ പ്രോഗ്രാം, അതായത് നമ്മൾ മെയിനായിട്ട് ഒരെണ്ണം എടുക്കില്ലേ, മെയിനായിട്ട് എടുക്കുന്നത് കൂടാതെ മെയിൻ ആയിട്ടുള്ള വിഷയം എടുക്കുന്നത് കൂടാതെ വേറെയും കുറേ വിഷയങ്ങൾ ഇങ്ങനെ ചെറിയ കുറേ മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി ഒക്കെ ആയിട്ട് എടുക്കാനുള്ള ധാരാളം പോസിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഒരു കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക് പോവാം, യൂണിവേഴ്സിറ്റി മാറാം, അങ്ങനെയൊക്കെയുള്ള. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഈ ലോകത്തിലെ സർവചരാചരജാലങ്ങൾക്കും നന്മവരാൻ ഇതളികളായി വിരിയുന്നോരറിവിൻ മലരിൽ ഇത് മാത്രമാണ് എനിക്ക് അവർക്ക് തരാനുള്ള മെസ്സേജ്. സുഹൃത്തുക്കളെ, കൂടുതലൊന്നും പറയാനില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു അനുഗ്രഹീതമായ ഒരവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളുകൾ ആദ്യകാലത്തെ ഗവൺമെൻറ് സ്കൂളുകൾ പോലുമല്ല, വളരെ ഹൈടെക്കാണ്. 2016 ശേഷം രവീന്ദ്ര മാഷൊക്കെ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഹൈടെക് ആയിട്ടുള്ള സ്കൂളുകളാണ്. പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് അതിനേക്കാളും IT മേഖലയടക്കം ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള SSLC കഴിഞ്ഞ് +2 വരുമ്പോഴൊക്കെ ഇതേപോലുള്ള ഹൈസ്കൂളുകളിലൊക്കെ തന്നെയാണ് നിങ്ങൾ വരേണ്ടി വരുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെയാണ്.
കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. പഠിപ്പ് എന്നുള്ളതിന്റെ സമയത്ത് ചെയ്യേണ്ടത് 10-22 വയസ്സ് വരെ പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ അറിയണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ടൈം ബൗണ്ട് ആയിട്ട് 1 മണിക്കൂറെങ്കിലും അതിന് സ്പെൻഡ് ചെയ്താൽ മതി. സ്പോർട്സ്, ഗെയിംസ്, ആഘോഷങ്ങൾ, സിനിമ കാണലൊക്കെ ആവാം. പക്ഷെ നിങ്ങൾ 1 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതറിയാതെ അതിൻ്റെ ഒരു ആഘോഷ മൂഡിലേക്ക് വരികയും അത് 1.5 മണിക്കൂറായി മാറുകയും പിന്നീട് 1:45 ആവുകയും അവസാന സമയത്ത് നമുക്ക് 3 മണിക്കൂറൊക്കെ എക്സാം ടൈമിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മടി വരും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ചില കക്ഷികൾ സംഭവിക്കാം. അവർ അവസാനത്തെ 3 മാസം പഠിച്ചാലും ചിലപ്പോൾ ജയിക്കും. പക്ഷെ അവരുടെ ബ്രെയിനിൽ അതൊക്കെ നേരത്തെ കുറേശ്ശെ ലോഡ് ചെയ്തിട്ടായിരിക്കും മെമ്മറി പവർ എന്നുള്ളത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യരുത്. നമ്മൾ എന്താണോ നമ്മുടെ പരിമിതി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക, അതിനെ മറികടക്കാൻ പഠിക്കുക എന്നതാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ അറിയാം, കൽക്കട്ടയിൽ നിന്ന് വന്ന സായി എന്നൊക്കെ ഒരുത്തുണ്ട്, വളരെ ഫ്ലുവന്റ് ഇംഗ്ലീഷാണ്. അവന്റെ അടുത്ത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ഞാൻ 100 കണക്കിന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുകയും സിലബസിന് പുറത്ത് വായിക്കുകയും ഒപ്പത്തിനൊപ്പം സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര സ്പീഡിൽ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഡിഗ്രി. അപ്പോ അവനും ഭയങ്കര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയും, ക്രിക്കറ്റിനെ കുറിച്ച് പറയും, സ്പോർട്സ്. ഞാൻ അതിൻ്റെയൊക്കെ തിയറികൾ പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. അപ്പൊ നമ്മുടെ അകത്ത് വരണം അത് ഹൗ ടു ഓവർകം ദ ക്രൈസിസ് എന്നുള്ളത്. നമ്മൾ പിന്നോട്ട് പോയി അവനെ കാണുമ്പോൾ ഓടി വിളിക്കുകയല്ലേ ചെയ്തത്, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുള്ള മൈൻഡിൽ തന്നെയാണ്. സായൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് നമ്മൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഡിഗ്രി ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് ഞാൻ തന്നെ ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തു. അത് പ്രീ ഡിഗ്രി പോലും തുടങ്ങി. ഇംഗ്ലീഷിന്റെ സിലബസ് ഞാൻ തന്നെ എന്ത് ചെയ്യും, ഹൗസ് ട്യൂഷനായിട്ട് എടുത്തു കൊടുക്കും. ഡിഗ്രി അതേപോലെ ഷേക്സ്പിയർ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് അതിനോട് ഒരു എൻജോയ്മെന്റ് ശരിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു മൈൻഡിനെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത്. അതേ സമയത്ത് ലോകത്തിന്റെ മറ്റു കാര്യങ്ങളും ഈ പറഞ്ഞ സ്പോർട്സ്, ഗെയിംസ്, അതായത് അതിന്റെ ആസ്വാദനം വേണം, സിനിമ വേണം, ഫുഡ് കഴിക്കണം, ഔട്ടിങ് വേണം, ഒക്കെ വേണം. പക്ഷെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയാനില്ല. പിന്നെ തിയോ എന്ന് പറയുന്ന അവന്റെ പ്രൊഫഷൻ അവൻ റിയലൈസ് ചെയ്തിട്ടുള്ള മീഡിയ ഓഫ് എക്സ്പ്രഷൻ മ്യൂസിക് ആണ്, കമ്പോസിംഗ് ആണ്, സിംഗിങ് ആണ്. അപ്പോൾ അവൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്ന കാരണം കൃത്യമായിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ. പുതിയൊരു ആൽബം ഇനി വരാൻ പോകുന്നുണ്ട്, പ്രപഞ്ചമേ എന്ന് പറഞ്ഞിട്ട്. ഒരു മ്യൂസിക് ഡയറക്ടർ മണികണ്ഠൻ അയ്യപ്പയാണ് പാടിയിട്ടുള്ളത്. അടുത്ത മാസം ഇറങ്ങുന്നത് പ്രപഞ്ചം, നേച്ചറായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകളിലേക്ക് പോകും. കിട്ടാവുന്ന രീതിയിൽ കോഴ്സുകളൊക്കെ പാസ്സാവും. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും മുന്നോട്ട് പോവുക. നമ്മുടെ കരയിൽ നിന്ന് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വിദ്യാർത്ഥിനികൾ, അത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് മുതൽ ഇനിയിപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഏത് പ്രൊഫഷനിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കരയിലെ കുട്ടികൾ എന്ന് പറയുന്ന രീതിയിൽ. അതൊരു മാതൃകയായിട്ട് മാറുക. ക്രിയേറ്റീവ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമാകുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഞാൻ നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. SSLCക്ക് മികച്ച വിജയം നേടിയ അസന, അഭിഷേക് എന്നിവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. കൂടാതെ TOC സംഗീത ഭൂഷണം ഡിപ്ലോമ 22-23 SRC എൻ്റെ അഭിനന്ദനങ്ങൾ. വേറെ വിശദമായിട്ടൊന്നും പറയാനില്ല. ബാക്കി കാക്കമാഷ പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. അഭിനന്ദനങ്ങൾ 3 കാര ടീമിനും ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും, അതിൻ്റെ അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ഇന്ന് ഈ പറയുന്ന SLC പരീക്ഷ നല്ല മാർക്കോട് പാസ്സായ 2 കുട്ടികളും പിന്നെ തിയോനും എൻ്റെ ഒക്കെ സ്പെഷ്യൽ അപ്രീസിയേഷനാണ്. കൺഗ്രാജുലേഷൻസ്. പിന്നെ ഇത് ഇത്രയും ഭംഗിയായിട്ട് കാര ടീം ചെയ്തു, അതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നല്ല പഠിച്ച് ഇനിയും കുറേ കാരയുടെ കയ്യിൽ നിന്ന് കുറേ വാങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഇന്ന് ആഘോഷിക്കാൻ പോകുന്ന മറ്റേ മാർഷും ശ്രീ ടീച്ചറിനും ഇനിയും വരുന്ന കാലങ്ങളെല്ലാം എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിലഞ്ഞിരിക്കട്ടെ എന്ന് ഒന്നുകൂടി ആസ്വദിച്ച്
ഒരു ഇൻസ്പിറേഷനാണ്. നമ്മൾ മുതിർന്നവര് അവരോട് 2 വാക്ക് സംസാരിക്കുക എന്നുള്ളത് അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹം കൂടിയല്ലേ മാഷ്. അപ്പൊ മാഷിന്റെ ഒരു ആശംസകളും കൂടി ആവട്ടെ. ജയൻ മാഷെ ക്ഷണിക്കുന്നു. ഇതൊരു പ്രശ്നം വെച്ചാലേ എനിക്ക് വാസ്തവത്തിൽ എനിക്ക് കുട്ടികളോട് എനിക്ക് അങ്ങനെ ആശംസ പറയാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് മാറിപ്പോയി. ഞാൻ എനിക്കിപ്പോൾ എത്ര 63 വയസ്സൊക്കെ ഉള്ളല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്കിങ്ങനെ കുട്ടികളെങ്ങനെ എന്നേക്കാൾ ഭയങ്കര മിടുക്കത്തി കുട്ടികളാണ് എല്ലാവരും. പിന്നെ അവരോട് ആശംസ പറയാന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതാണ് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് പിന്നെ ഓർമ്മ വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ മുല്ല മാഷയുടെ ഒരു കവിതയാണ്, മുല്ലന്റെ മാഷയുടെ ഒരു കവിതയാണ്. അപ്പൊ അതിപ്പോ എനിക്ക് മുഴുവൻ പാടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ അത് എന്താ വെച്ചാല് ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്താ വെച്ചാൽ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിന് കാറ്റിന്റെ കൈകളൊഴിഞ്ഞാല് പൂനീലത്തോളത്ത് വാവാവോ പൂർണ്ണതയെത്തിയൽ പോ അമ്മയൊരു തൂടം കണ്ണീര് അച്ഛനൊരു പിടി വെണ്ണീര്. നല്ല കവിതയായിരുന്നു അത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു പാടാൻ പറ്റുമോ നല്ല കവിതയായിരുന്നു. എനിക്കതാണ് പറഞ്ഞു തരാനുള്ളത്. ഞാൻ വേറൊരു ദിവസം നമ്മുടെ മീറ്റിംഗിൽ ഞാൻ ഈ കവിത ചൊല്ലിത്തരാം. ടീച്ചർ പാടിയ വരികൾ മുല്ലനയുടെ ആയിരുന്നു. ഇതാണ് അതായത് അതിന് പ്രശ്നം ഈ കുഞ്ഞുങ്ങള് മാഷ് ഉദ്ദേശിക്കുന്നതാണ്. കുട്ടികൾ ഇങ്ങനെ പറന്ന് പോവുകയാണ്. കുട്ടികള് പുതിയ ലോകം കാണുന്നു, പറന്നു അങ്ങനെ അമ്മ ഒരു തരം കണ്ണീര്, അച്ഛനൊരു പിടി വെണ്ണീര്. ചിറകു മുളയ്ക്കുന്നു, ചിറകാഞ്ഞു വീശുന്നു, പറന്നെങ്ങോ പായുന്നു. കുട്ടികൾ പോവാണ്, അങ്ങനെ പറന്ന് പോവാണ്. അയ്യോ അത് പറന്നെങ്ങോ പായുന്നു, പായുന്ന വഴികളിൽ മുള്ളുണ്ടേ. അങ്ങനെ മുള്ളുണ്ട്, അതൊന്നും ഈ കുട്ടികൾ അറിയുന്നില്ല. അങ്ങനെ ഒരു ഇതാണ് മുള്ളുണ്ട്, അത് ആ കുട്ടികൾ അറിയുന്നില്ല. അങ്ങനെ പോവാണ്. അപകടത്തിൽപ്പെടുന്ന ഒരു കുഞ്ഞുങ്ങള് അപകടത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ അറിയാതെ പോയി അപകടത്തിൽപ്പെടുന്ന ഒരു ഇതാണ്. അത് ഞാൻ നേരത്തെ പറയുന്നത് ഞാൻ പഠിച്ചു വന്നേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചു വന്നേനെ, അത് പാടാമായിരുന്നു. പായുന്ന വഴികളിൽ മുള്ളുണ്ടേ. കുഞ്ഞുങ്ങളോട് പാടി ഈ ആശംസ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അതാണ്, ആ കവിതയാണ്. അത് ഞാൻ വേറെ ദിവസം നിങ്ങൾ ചോദിത്തരാം. കൂടുതലായിട്ട് എനിക്കും അങ്ങനെ ഒന്നും പറയാനില്ല. ഇപ്പോ SSLC നിങ്ങൾ പാസ്സായിട്ടുള്ളൂ. അപ്പോ ഇപ്പൊ ഞാൻ എന്റെ ഫീൽഡിൽ നിൽക്കുമ്പോ ഇതിന്റെ വർക്കിന്റെ ഇതൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് പഠിത്തം മാത്രല്ലാണ്ട് ജോലി ഏതാണെന്നൊന്നും കൂടി ഫോക്കസ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതായത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സ്ട്രീമിലേക്കാണ് പോകണ്ടേ എന്നുള്ള ലെവലിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കോഴ്സ് ഏതാ അതിനനുസരിച്ച് നോക്കേണ്ടതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട്, പക്ഷെ കുറെ പേർക്ക് സ്കില്ലില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പഠിപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ MC ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള MTech കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് സ്കില്ല് കിട്ടുന്നില്ല. ഭയങ്കര സ്ലോവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അഭിഷേകിനും അസ്നയ്ക്കും പിന്നെ തീയയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ.
ഇത്രയേ പറയാനുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കുടുംബം പോലെയുള്ളതാണ് ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മുടെ കുട്ടികളെ ഒരു അനുഗ്രഹിക്കുക കൂടിയാണ് നമ്മുടെ മുതിർന്നവർ ചെയ്യുന്നത്. ഇതിപ്പോ മാഷ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എന്നെ വിളിക്കരുത് ടീച്ചർ, എന്നെ വിളിക്കരുത്. ഞാൻ എന്താണ് ചാക്കോ മാഷയും ജയൻ മാഷൊക്കെ വിളിക്കണേന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു വേദിയിൽ, ഇപ്പൊ ഈവൻ ഞങ്ങൾക്ക് തന്നെയാണെങ്കിൽ ഒരു വേദിയിൽ എങ്ങനെയാണ് നന്നായി പ്രസംഗിക്കുക, അല്ലെങ്കിൽ ആ വേദി എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അത്രയും അങ്ങോട്ട് ജ്ഞാനം പോരാ. അപ്പൊ മാഷ് അല്ലെങ്കിൽ ചാക്കോ മാഷ് ജയൻ മാഷൊക്കെ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചവരും അവരും. അപ്പൊ നിങ്ങളുടെ ആ ഒരു രീതികൾ കുട്ടികൾക്ക് കൊടുത്ത് അവരെ ഏറ്റവും നല്ല രീതിയിൽ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഉയർന്നു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ അപ്പൊ ഓരോ അവസരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെങ്കിൽ, അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഷാരി, 2 വാക്ക് അവരെ ആശംസിക്കുന്നതിനായി ഷാരി ചേച്ചിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു മറുപടി പ്രസംഗം ഉണ്ട്. അവർക്ക് ഒരു ഉന്നത വിജയമൊക്കെ കരസ്ഥമാക്കി സമ്മാനമൊക്കെ കിട്ടി. അപ്പൊ അവർക്ക് ഇനി നമ്മളോട് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കണം. അപ്പൊ നിങ്ങൾ വേഗം റെഡി ആയിട്ടിരുന്നോ കേട്ടോ. SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ അസ്മയ്ക്കും അഭിഷേകിനും തികയ്ക്കും ആശംസകൾ. പിന്നെ നമ്മുടെ വിശാലേഷേട്ടൻ സമ്മാനം കൊടുത്ത് പോയുള്ളൂ, ഒന്നും പറഞ്ഞില്ല. അവിടെ ഇരുന്ന് പറഞ്ഞാലും മതി ചേട്ടന്റെ ആരോഗ്യനില നോക്കിയിട്ട്. പേരിലും എൻ്റെ സ്വന്തം പേരിലും അഭിമാനപരമായ അഭിനന്ദനങ്ങൾ പറയുന്നു. പിന്നെ അസുര എനിക്കെല്ലാവർക്കും ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പൊ മിസ്റ്റർ രമേഷ് കുമാറിനെ കൂടി ഞാൻ ക്ഷണിക്കരുത്. എല്ലാ കുട്ടികൾക്കും ആശംസകൾ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട്, നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരോട്, ഇവരോടൊക്കെ എന്തെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 വാക്ക് സംസാരിക്കാം. എല്ലാവരോടും നന്ദി പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തന്നതിന്. ആദ്യം തന്നെ എനിക്ക് ഈ അവാർഡ് ട്രോഫി തന്ന ഈ അസോസിയേഷന് നന്ദി. പിന്നെ എൻ്റെ ഫാമിലിക്ക് നന്ദി. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ കോമേഴ്സ് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചല്ല എടുത്ത്
പിന്നെ ആഗ്രഹം എന്ന് വെച്ചാൽ ബിസിനസ്മാൻ ആവാനാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കില്ല ചെയ്യാം. പിന്നെ താങ്ക് യു വെരി മച്ച്. ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே இமை மூடாமல் நான் துடித்தனே ஞாபகம் மோதுதே மனம் ஏங்குதே. ഞാൻ പാടാൻ പോണ പാട്ട് വിജയ് ദേവരകൊണ്ട എന്ന തെലുങ്ക് നടൻ അയാളും സംബന്ധിയും അഭിനയിച്ച ഘോഷി എന്ന സിനിമയിലെ ആരാധ്യ എന്ന പാട്ടാണ്. ഇഷാമാണ് മ്യൂസിക്. This is Galaxy Unplugged, and I hope you enjoy this track. You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Nillame, aadane, aaradhya, aariyo anvarigina, paadiyoluvannada.
എല്ലാവരുടെയും വിലപ്പെട്ട സമയത്തിന് വേണ്ടി ചെലവഴിച്ച് നമ്മുടെ ഒരു സ്വന്തമാണെന്നുള്ള ചിന്തയോട് കൂടി ഇവിടെ ഇരുന്നതിന് എല്ലാവർക്കും നമ്മുടെ കാര അസോസിയേഷന്റെ പേരിലും എൻ്റെ പേരിലും ഒരുപാട് നന്ദി. പിന്നെ ഇതിലെനിക്ക് കുറച്ച് ഞാൻ നന്ദി സുഖിച്ച് പറഞ്ഞത് മതി. എന്നിരുന്നാലും ഞാൻ സെക്രട്ടറി ആയിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിലും എനിക്കിന്ന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ അഭാവത്തിൽ സെൽമ, അതുപോലെ ഗീതേച്ചി, ചേച്ചിയൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവരെല്ലാവരും നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്തിന് ഉണ്ടാക്കി തന്നതിന് അവരോട് സുതേച്ചു. ഒപ്പം ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ ചാക്കോ മാഷ കറക്റ്റ് ടൈമിന് നമുക്കിതൊക്കെ എത്തിച്ചു തന്നു. പിന്നെ എൻ്റെ ഒപ്പം ജിത്തു ഇതിനും കാര്യത്തിനൊക്കെ വന്നിരുന്നു, അതായത് ഇതൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എല്ലാ തരത്തിലും എന്ത് ചോദിച്ചാലും എപ്പോൾ വേണമെങ്കിലും പിന്തുണ തന്നുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് നമ്മുടെ ശശീന്ദ്രൻ ടീച്ചർ, പിന്നെ വൈസ് പ്രസിഡന്റ് ചേച്ചി, ഗജാൻജി ചേച്ചി, അവർക്കൊക്കെ എൻ്റെ പേരിലും കാര അസോസിയേഷന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പൊ എന്നും ഈ ഒരു സന്തോഷവും സന്തോഷവും ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ തുടങ്ങിയ ഈ അസോസിയേഷൻ എന്നും ഉയർച്ചയിലേക്ക് എത്താനുള്ള തീരുമാനങ്ങളും എന്താ പറയാ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായി ഏറ്റവും നല്ല രീതിയിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം പിന്നെ ഈ കുട്ടികളുടെ നമ്മൾക്ക് ഇന്ന് ഇവിടെ സമ്മാനാർഹമായ കുട്ടികളുടെ അടുത്ത് നമുക്ക് ഈ ഒരു സമയം നമ്മുടെ അച്ഛനമ്മയുടെ മുമ്പിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ മുൻപിലിരുന്ന് നമ്മുടെ മക്കളെ ആ ഒരു സമ്മാനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, അച്ഛനമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഭാവിയിലും നിങ്ങളുടെ വിജയത്തിലൂടെ അതിനൊരു തിരിച്ചടിയായിട്ട് അവർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാനുള്ളത്. വിജയത്തിലൂടെയുള്ള തിരിച്ചടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലൂടെയുള്ള വിജയത്തിലൂടെയുള്ള തിരിച്ചടി നിങ്ങൾ മാതാപിതാക്കൾക്ക് ശരി ആയിക്കോട്ടെ. എന്നാൽ നിങ്ങളുടെ വിജയത്തിലൂടെ അവരുടെ ആ കഷ്ടപ്പാടിന് ഒരു മറുപടി നൽകണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ എല്ലാ എന്താ പറയുക ഭാവി ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചകളും ഇനിയും ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് ഇനിയും സമ്മാനങ്ങളൊക്കെ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരങ്ങൾ തരണമെന്ന് ആത്മാർത്ഥമായിട്ട് എന്താ പറയുക ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ. അപ്പോൾ ഇന്ന് ഇതുപോലെ എന്നും നമുക്ക് സന്തോഷമുള്ള ഒരു ഒത്തുകൂടൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും നമ്മുടെ അസോസിയേഷൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെ പേരിലും